കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്നൊരു ചൊല്ലുണ്ട്. അതായിരുന്നു മലയാള സിനിമയ്ക്ക് ഗിരീഷ് പുത്തഞ്ചേരി. അച്ഛൻ എന്ന വികാരത്തെ മുഴുവൻ ഒരു പാട്ടിൽ ഒതുക്കിയിട്ടുണ്ട് പുത്തഞ്ചേരി. അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു നമ്മുടെ അമ്മമാർക്ക് വേണ്ടി, അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ഏട്ടന്മാർക്ക് വേണ്ടി, ഈ വിരഹം ക്ഷണികമല്ലേ, കാമുകിക്ക് വേണ്ടി, അംഗമുരുകും നിന്റെ മെയ്തകിടിൽ, മക്കൾക്ക് വേണ്ടി, മൊഴിയറിയാ മക്കൾ വെറുതെ വളരേണ്ടെന്നാദ്യം. അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ പാട്ട് തന്ന് ഗിരീഷ് പുത്തഞ്ചേരി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 16 വർഷം. ഇത് നിങ്ങൾ സാധാരണ കാണുന്ന പോലെ ഒരു പാട്ട് വർത്തമാനമല്ല. ഞാൻ പറയുന്നതിനോട് നിങ്ങൾ എത്ര പേർ യോജിക്കുമെന്നും എനിക്കറിയില്ല. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ 1500ഓളം പാട്ടുകളിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അത് തന്നെ ഉണ്ടാവും 1000 പാട്ടുകൾ. എഴുതിയ പാട്ടുകളൊക്കെയും എല്ലാവർക്കും എക്കാലത്തും പ്രിയപ്പെട്ടവ തന്നെ. എന്നിരുന്നാലും ജീവിച്ചിരുന്ന സമയത്ത് ഇത്രത്തോളം വിമർശനങ്ങൾ കേട്ട മറ്റൊരു ഗാനരചയിതാവ് ഉണ്ടാവുമോ മലയാളത്തിൽ? ഏത് സിറ്റുവേഷന് വേണ്ടിയും പാട്ടെഴുതാൻ കഴിയുന്ന തൻ്റെ വേഴ്സറ്റൈലിറ്റി തന്നെയാണ് ഈ വിമർശനങ്ങൾക്കൊക്കെ കാരണമായത് എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. മനുഷ്യൻ അർത്ഥമുള്ള ഒരു വരി എഴുതാൻ പാടുപെടുന്ന കാലത്ത് ഒന്നിലധികം അർത്ഥം വരുന്ന വരികൾ എഴുതാൻ സാധിച്ച അദ്ദേഹത്തെ ജീനിയസ് എന്നല്ലേ വിളിക്കേണ്ടത്. പക്ഷേ പലരും അദ്ദേഹത്തെ ഡബിൾ മീനിങ് പാട്ടുകൾ എഴുതുന്നയാളെന്ന രീതിയിൽ കുറച്ചു കണ്ടു, മലയാള സിനിമയിലെ മുൻനിര സംവിധായകർ ഉൾപ്പെടെ. ഈ തെറ്റിദ്ധാരണ കാരണം കാലാപാനിയിൽ വരികൾ മാറ്റി എഴുതാൻ പറഞ്ഞ രാജാ സാറിനോട് പോലും കലഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഗിരീഷ് പുത്തഞ്ചേരിക്ക്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ മരണശേഷമാണ് അദ്ദേഹം ശരിക്കും ആരായിരുന്നു എന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞതെന്ന് തോന്നിയിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ പ്രതിഭയ്ക്ക് ലഭിച്ച അംഗീകാരങ്ങളെക്കാൾ ഉപരി മദ്യപാനിയെന്നും വഴക്കാളി എന്നുമൊക്കെ പഴി കേൾക്കേണ്ടി വന്ന മനുഷ്യൻ. മരണശേഷം വിമർശകർ മുഴുവൻ ഒരു സ്വിച്ചിട്ട പോലെ ആസ്വാദകരായി മാറിയ കാഴ്ച. അന്നും നിങ്ങളെ എന്നെയും പോലുള്ള സാധാരണക്കാരായ മലയാളികൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ആസ്വദിച്ചു. വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതെ അവർക്ക് വേണ്ടി അദ്ദേഹം പാട്ടുകൾ എഴുതി. ഇന്നും മലയാള സിനിമ മിസ് ചെയ്യുന്നത് ഒരേ സമയം ജെയിംസ് ബോണ്ടിൻ ഡിറ്റോയും മറന്നിട്ടും എന്തിനോയും എഴുതാൻ കഴിയുന്ന, അത് രണ്ടും ഒരുപോലെ ഹിറ്റാക്കാൻ കഴിയുന്ന ഒരു ഗാനരചയിതാവിനെയാണ്. അതെ, ഗിരീഷ് പുത്തഞ്ചേരിക്ക് ഒരു പകരക്കാരൻ അന്നുമില്ല ഇന്നുമില്ല. കണ്ണനട്ട് കാത്തിരുന്നിട്ടും ഞാൻ പറഞ്ഞതിനോട് യോജിപ്പുകളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. എന്തോ ഇന്നത്തെ ദിവസം ഇത്രയും പറയണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ.